കേരളത്തിന്റെ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ PM മുഹമ്മദ് റിയാസ് ബേപ്പൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫറോക്ക് പാലത്തിന്റെ സമീപത്താണ്. 1883 അല്ലേ 1883 സ്ഥാപിതമായ ഫറോക്ക് പാലത്തിൽ ഈ ഫറോക്ക് പാലത്തിന്റെ ഈ അടിപ്രദേശമൊക്കെ നന്നായിട്ട് മാറ്റി ഒരു ടൂറിസം പ്ലേസ് ഒക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. നമുക്ക് രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഇത്തവണ ഇവിടെ ഈ ബേപ്പൂർ മണ്ഡലത്തിൽ എന്താണ് റിയാസിന്റെ കോൺഫിഡൻസ്? ബേപ്പൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആയതിനു ശേഷമുള്ള അനുഭവം, മാർച്ച് 15 ശേഷമുള്ള അനുഭവം വിചാരിച്ചതിൻ്റെ അപ്പുറത്താണ്. വലിയ സ്വീകാര്യതയും വലിയ പിന്തുണയാണ്. മെയ് മാസം 3, 2021 MLA ആയി. മാർച്ച് 15, 2026 വരെ 5 വർഷത്തിനടുത്ത് 1778 ദിവസം ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും ഈ മണ്ഡലത്തിലാണെങ്കിലൊക്കെ ചിന്ത മുഴുവൻ ഈ മണ്ഡലത്തെക്കുറിച്ചാണ്. ഇപ്പോൾ മന്ത്രി എന്നുള്ളതിൽ നമ്മൾ പല സ്ഥലത്തും പോകുമല്ലോ, പക്ഷേ ചിന്ത ഇവിടെ തന്നെയായിരുന്നു, ഇവിടെ ജീവിക്കുകയായിരുന്നു. ഒട്ടേറെ വികസനം. ഇപ്പോൾ ഇതൊക്കെ തന്നെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. ഇതിപ്പോൾ ഒരു ഫുഡ് സ്ട്രീറ്റാണ്. ഇവിടെ രാത്രിയാകുമ്പോൾ ദീപാലങ്കൃതമായ പാലം, ആ അടച്ചുപൂട്ടിയ പാർക്കാണ്, കുട്ടികൾക്കുള്ള പാർക്കായി. ഇവിടെയൊക്കെ വലിയ ജനത്തിരക്കാണ്. ഇതിപ്പോൾ ഈ ഒരു ഭാഗം മാത്രമല്ല, ഇതിൻ്റെ പല ഭാഗങ്ങളിലും മണ്ഡലത്തിൽ ഇത് കാണാൻ പറ്റും. 2 പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ബേപ്പൂർ മറീന ബീച്ചും ഓഷ്യാനിസ്റ്റ് ചാലിയും വന്നു. പിന്നെ ഒട്ടേറെ വികസനം വന്നു, അടിസ്ഥാന വികസനം എല്ലാം നല്ല നിലയിലാണ്. ട്രംപ് കാർഡ് വികസനം പ്രധാനമാണ്. ഇവിടെ ജനങ്ങൾ വികസനത്തിന് ഒരു വോട്ട് എന്തായാലും ചെയ്യും. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വോട്ട് ചെയ്യും. 2021 സർവ്വകാല റെക്കോർഡ് വോട്ടാണ് കിട്ടിയത്. 2026 82,000 എന്ന റെക്കോർഡ് മറികടക്കും. ഭയങ്കര കോൺഫിഡൻസ് ആണ്. പക്ഷെ ഒരു അപ്പുറത്തുള്ളത് ഇവിടുത്തെ പാളയത്തിലെ CPM പാളയത്തിലെ അല്ലെങ്കിൽ ഇടത് പാളയത്തിലെ തന്ത്രങ്ങളൊക്കെ അറിയാവുന്ന എന്താ പറയുക, അംഗച്ചുരിക നേരത്തെ ഇവിടെ LDFന് വേണ്ടി ചുഴറ്റി എറിഞ്ഞിട്ടുള്ള PV അൻവർ കഴിഞ്ഞ ഈ 5 വർഷത്തിനിടയിലെ വലിയ രാഷ്ട്രീയ ആരോപണങ്ങളും തർക്കങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള PV അൻവറാണ് അപ്പുറത്തെ സ്ഥാനാർത്ഥി. സാധാരണ മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അതെന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ടോ? അതൊന്നും ഇവിടെ പൊതുവെ അനുകൂലമായ സാഹചര്യമുള്ളത്. സ്ഥാനാർത്ഥി ആര് എന്നുള്ളതൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ വ്യക്തി തന്നെ ഇവിടെ ഈ പാലത്തിന് മുമ്പിൽ വന്ന് ഈ പാലം വീഡിയോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിൽ നേരത്തെ ഇട്ട് പോയതാണ്. ഗംഭീര മാറ്റമാണ്, ഇവിടെ ആകെ മാറ്റാമെന്നൊക്കെ പറഞ്ഞാണ്. എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇവിടുത്തെ വികസനം പൊതുവെ അംഗീകരിക്കുന്നവരാണ്. അപ്പോൾ പൊതുവെ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും. പിന്നെ ഒരു സപ്ലിമെൻ്ററി അജണ്ട കൂടി തെരഞ്ഞെടുപ്പിൽ വന്നു, അത് പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയാണ്.